ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വീനെക്കിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വീനെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൈക്കുഴി ഒരിക്കലും കുറഞ്ഞു പോകരുത്. കൈക്കുഴി കുറഞ്ഞാൽ നെക്കിൻ്റെ ഈ രണ്ട് സൈഡിലും ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും. ബോഡിയിൽ ഒരിക്കലും ഫിറ്റായിട്ട് നിൽക്കില്ല. ഫസ്റ്റ് ഞാൻ 30 മുതൽ 40 വരെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഇപ്പോൾ 42 കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഒരു 30 തൊട്ട് 34 വരെ ഒരു ചെസ്റ്റ് ഉള്ള ഒരാളിന് നമ്മൾ നെക്ക് വിട്ട് 3.5 എടുക്കേണ്ടത്. അതായത് ഒരു സൈഡിൽ മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടുമ്പോൾ ഒരു സൈഡിലെ വിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു സൈഡിൽ നമുക്ക് 3.5 എടുക്കേണ്ടത്. 30 മുതൽ 34 വരെ നെക്ക് വിട്ട് 3.5 മതി. ഇത് കറക്റ്റ് അളവാണ്. അതേപോലെ തന്നെ നെക്ക് ലെങ്ത് എടുക്കുമ്പോൾ 7 എടുക്കേണ്ടത്. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഈ സാധാ നെക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ലെങ്ത് എടുക്കില്ല, അതുപോലെ ഈ സ്ട്രെയിറ്റ് ആയിട്ട് 7.5 എടുക്കേണ്ടത്. തയ്യൽ തുമ്പ് ഉൾപ്പെടെ. തയ്യൽ തുമ്പ് ഇല്ലാതെ വരുമ്പോൾ 6.5 മതി. കുറച്ച് ഹൈറ്റ് കൂടിയ ആളാണെങ്കിൽ 6.5 എന്നുള്ളത് 1/2 ഇഞ്ച് കൂടി കൊടുത്ത് 7 ആക്കാം. റിഗാൾ എടുക്കുമ്പോൾ 6 തന്നെ വേണം, അതിൽ കുറവ് വരരുത്. കുറവ് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴുത്ത് നന്നായിട്ട് ഫിറ്റായിട്ട് നിൽക്കത്തില്ല, കഴുത്ത് നല്ലതായിട്ട് ലൂസ് വരും. ഷോൾഡർ വരുമ്പോൾ ഒരു സൈഡിൽ 2.10 വേണം. 34-ന് 30-നും 32-നും ഷോൾഡർ 2 മതി. തയ്യൽ തുമ്പില്ലാതെയാണ് ഈ ഒരു ഷോൾഡറിൻ്റെ അളവ് പറഞ്ഞേക്കുന്നത്, പ്ലസ് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യണം. അതേപോലെ തന്നെ നെക്ക് ചെയ്യുമ്പോൾ ചില കസ്റ്റമർ സ്റ്റിച്ചിങ്ങിനായിട്ട് കൊണ്ടുവന്നിട്ട് പറയും നെക്കിന് കുറച്ച് വൈഡ് വേണമെന്ന്. അപ്പോൾ നമ്മൾ വൈഡിനായിട്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നെക്കിൻ്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കണം. വൈഡ് വരുമ്പോൾ നെക്കിൻ്റെ ലെങ്ത് കുറവായിരിക്കണം. ഇപ്പോൾ 1/2 ഇഞ്ച് വൈഡ് കൂടെയാണ്. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് നമ്മുടെ നെക്കിൻ്റെ ലെങ്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നെക്കിൻ്റെ ബാക്ക് ലെങ്ത് 5.5, 5, 4 ഇങ്ങനെയുള്ള അളവ് ഇട്ട് കൊടുക്കുക. അതിൽ കുറച്ച് ലെങ്ത് വേണമെന്നുള്ളവർക്ക് 5.5 ഇടാം. ഈ 5.5 ഇടുമ്പോൾ നമ്മൾ ബാക്കിൽ കെട്ട് വെക്കേണ്ടി വരും. 5ഉം 4ഉം ഇടുമ്പോൾ നമ്മൾ ബാക്ക് കെട്ട് വെക്കേണ്ടത് ഇത് കറക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ 36 മുതൽ 38 വരെയുള്ള ഒരാളിന് നെക്ക് അകലം 3.25 കൊടുക്കേണ്ടത്. നെക്കിൻ്റെ ലെങ്ത് 7.5 കൊടുക്കേണ്ടത്, തയ്യൽ തുമ്പ് ഉൾപ്പെടെ. ഇപ്പോൾ കുറച്ച് ഹൈറ്റ് ഉള്ള ആളാണെങ്കിൽ തയ്യൽ തുമ്പ് ഇല്ലാതെ 7.5 കൊടുക്കണം. അതേപോലെ തന്നെ നെക്കിൻ്റെ വൈഡ് കുറച്ച് വേണമെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ 1/2 ഇഞ്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി റിഗാൾ നോക്കുമ്പോൾ തയ്യൽ തുമ്പില്ലാതെ 6.5 എടുക്കേണ്ടത്. ഷോൾഡറും തയ്യൽ തുമ്പില്ലാതെ 2.5 എടുക്കേണ്ടത്. ഇതും കറക്റ്റ് മെഷർമെൻ്റ് ആണ്. ഇനി ചെസ്റ്റ് അളവ് 40 വരുമ്പോൾ നെക്കിൻ്റെ അകലം 3.25, ലെങ്ത് വന്നിട്ട് 7.25 വരേണ്ടത്. ഇതിപ്പോൾ നല്ല കൂടി പിടിച്ചിരിക്കുന്ന വി അല്ല, ഇത് കറക്റ്റ് വൈഡായിട്ടും നല്ല ലെങ്തിലുമായിട്ടുള്ള വി നെക്കിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ഈ ഒരു അളവിൽ നമ്മൾ കെട്ട് വെക്കേണ്ടതുമില്ല, കറക്റ്റ് ബോഡിയിൽ ഫിറ്റായിട്ട് തന്നെ നിൽക്കും. ഇനി കുറച്ച് വൈഡ് വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ ഈ 3.25 എന്ന് പറയുന്നത് അവിടെ 4 വരെ വൈഡിടാം. ലെങ്ത് ഒരു 7.5 മതി. നമ്മൾ ആ വൈഡ് കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ലെങ്തിൽ വ്യത്യാസം വരും. ഇനി കൈക്കുഴിക്ക് 6.25 മതി, തയ്യൽ തുമ്പില്ലാതെ. ഷോൾഡർ വന്നിട്ട് 2.5, അതും തയ്യൽ തുമ്പില്ലാതെയാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു അളവ് കറക്റ്റാണ്, ഇതിലൊരു വ്യത്യാസവുമില്ല. ഈ അളവിൽ ഞാൻ ഒരുപാട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ഇട്ട് നോക്കിയപ്പോൾ അവർക്ക് കറക്റ്റ് ഫിറ്റിങ്ങുമായിരുന്നു. അതാണ് ഞാനിവിടെ ഈ ഒരു അളവ് തന്നെ നിങ്ങൾക്ക് കൂടി വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെ കർവ് വരുമ്പോൾ ഞാൻ ഒരിക്കലും അത് കറക്റ്റ് ബോഡി മെഷർമെൻറ്റ് നോക്കിയിട്ടല്ല അത് കണ്ടുപിടിക്കുന്നത്. ഞാനത് അല്ലാതെയാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട്. നമ്മൾ ആം ഹോൾ കർവിൻ്റെ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഷേപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെ കൈക്കുഴിയും എടുക്കണം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു മെഷർമെൻറ്റിലല്ല പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ അതേ അളവായിരിക്കില്ല കൈക്കുഴി. ഇപ്പോൾ 40 ചെസ്റ്റ് ഉള്ള ഒരാളിൻ്റെ കൈക്ക് വണ്ണം കുറച്ച് കൂടുതലായിരിക്കും. ചില 40 ചെസ്റ്റ് ഉള്ള ഒരാളിൻ്റെ കൈക്ക് വണ്ണം കുറവായിരിക്കും, ശരിയല്ലേ? അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡർ എടുത്തിട്ട് അതേപോലെ തന്നെ ആം ഹോളിൻ്റെ ലെങ്ത് എടുത്താൽ ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ലെങ്തിൽ നിന്നും 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒക്കെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത്. എനിക്കത് ശരിയായിട്ടുമുണ്ട്. അതൊരു കറക്റ്റ് മെഷർമെൻറ്റ് തന്നെയാണ്. ആ ഒരു മെഷർമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാണ് 42 കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയത്. അപ്പോൾ നമ്മൾ 42 ചെസ്റ്റ് അളവ് എടുക്കുമ്പോൾ അകലം നമുക്ക് 4 എടുക്കാം. ലെങ്ത് വരുമ്പോൾ 7.25 ടു 8 വരെ എടുക്കണം. 42 ചെസ്റ്റ് അളവിന് റിഗാൾ തയ്യൽ തുമ്പില്ലാതെ 7 വരേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 7 വേണം. ഷോൾഡർ 2.25 മതിയാവും. എന്ന് വെച്ചാൽ നെക്കിൻ്റെ അകലം കൂടുമ്പോൾ നമുക്ക് നെക്ക് കുറച്ച് വൈഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഷോൾഡർ ഇത് കറക്റ്റാണ്. 36 മുതൽ 38 വരെ ബാക്ക് ലെങ്ത് വരുമ്പോൾ ഇതേ ഒരു അളവ് തന്നെ കറക്റ്റാണ്. 5.5, 5, 4, 4 കുറവായിരിക്കും ലെങ്ത്. ഈ 5.5, 5 കറക്റ്റ് അളവാണ്. അതേപോലെ തന്നെ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ നെക്കിൻ്റെ വൈഡ് കൂടുമ്പോൾ നെക്കിൻ്റെ ലെങ്ത് കുറയ്ക്കണമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത് കൂടുമ്പോൾ വൈഡും കുറച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ 40യുടെ ഒരു ബാക്ക് നെക്ക് ലെങ്ത് വരുമ്പോൾ നമുക്കത് 6 ഇട്ട് കൊടുക്കാം. ഇതൊരു നോർമൽ ലെങ്താണ്. 42 വരുമ്പോൾ 6.5 ഇട്ട് കൊടുക്കാം. ഇതും നോർമൽ ലെങ്താണ്. ലെങ്ത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കിൽ കെട്ട് വെക്കേണ്ടി വരും. ഇത് കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കുന്ന അളവാണ്.
അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.